വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അപ്പൊ പറഞ്ഞ ഇന്നെന്താ പരിപാടി? ഇന്നെന്താ പരിപാടി? നായാന്റെ ബർത്ത്ഡേ ആണ്. യേ അപ്പൊ ഇന്ന് നോമ്പ് വന്നിട്ട് 22 ഇന്ന് ഡേറ്റ് വന്നിട്ട് 23 ഇന്നാണ് നമ്മളെ അയാന്റെ ബർത്ത്ഡേ. അതെ അയാന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു വ്ലോഗാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കേക്ക് മുറിക്കുന്നു, പിന്നെ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി പോന്നു. കടുകറ പരിപാടീസ് മാത്രമാണ്. അപ്പൊ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. കേക്ക് ഞാൻ ഓൾറെഡി രാവിലെ തന്നെ എന്താ പറയുക ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് കേട്ടോ കേക്ക് വാങ്ങാറുള്ളത്. ഇവിടെ വന്നാൽ ഈ കുട്ടിയുടെ അടുത്തുനിന്നും, മലപ്പുറം ആണെങ്കിൽ വേറൊരാളുണ്ട് അവരുടെ അടുത്തുനിന്ന് കേട്ടോ വാങ്ങൽ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അതാ അപ്പം ഞാൻ കേക്ക് കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ബ്ലാക്കും ഗോൾഡും തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു തീമിൽ തന്നെയാണ് കേട്ടോ കേക്കും ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി വീട്ടിലേക്ക് എത്താനായി. നല്ല കേക്കാണ് കേട്ടോ, അതെടുത്ത് പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇതാ ഉമ്മ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അയാൻ ബേബിനെ നോക്കി കാണുന്നില്ലായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മൂപ്പര് അവിടെ ചാടി എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല സന്തോഷത്തിലാണ് മൂപ്പര്. സംഭവം വേറൊന്നുമില്ല, കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 3ാമത്തെ വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇടാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ സെറ്റായിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അയാനും സിതാനും ഒരേപോലത്തെ ഡ്രസ്സാട്ടോ വാങ്ങിയത്. എപ്പോഴും അവർക്ക് അങ്ങനെ തന്നെ ആട്ടോ വാങ്ങല്. അപ്പോൾ മൂപ്പര് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയ സമയത്ത് നമ്മൾ വേഗം ബലൂൺസൊക്കെ വീർപ്പിച്ച് വേഗം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഡോർ അടിച്ചു. പിന്നെ ബലൂണല്ലേ മക്കളിങ്ങനെ തൊടുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തോ ഒരു വെള്ളപ്പൊടി ഉണ്ട്. പിന്നെ നല്ല ചൊറിച്ചിലുമാണ് എനിക്ക് ചില നേരം കേട്ടോ. അപ്പോൾ മക്കൾക്കും അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോറൊക്കെ അടിച്ച് ഇതാ ഞാനും ഉസ്മാനും ഉപ്പയും കൂടെ ബലൂണൊക്കെ വീർപ്പിച്ച് ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിതാ വെച്ചിട്ടുണ്ട്. വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല. അപ്പോഴേക്ക് ഇതാ അയാൻ ബേബി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് സിതാനും വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാൾക്കും ഒരേ ഡ്രസ്സാണ് കേട്ടോ. ഒരേപോലത്തെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിൽ സെറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ കേക്കൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ അതും ഞാൻ കേക്ക് വാങ്ങിയ കുട്ടീനോട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാൻഡ് വെച്ചു. പിന്നെ അതായത് നമ്മൾ കേക്ക് ഇങ്ങനെ എടുത്ത് വന്നിട്ട് കേക്ക് വെക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ കേക്ക് വെച്ചാൽ കാണിച്ചു. കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതീവ ജാഗ്രതയിൽ ഞാൻ കേക്ക് എടുക്കുകയാണ്. അവിടെയോ ഇവിടെയോ തട്ടിപ്പോയാൽ പോയില്ലേ. അപ്പോൾ ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. അങ്ങനെ അപ്പോൾ ഞാനും ഉപ്പയും കൂടെ കേക്കിൻ്റെ ബോക്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഒരു വൈറ്റ് ടേബിൾ ഷീറ്റല്ല, ആക്ച്വലി അത് കർട്ടനാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് ടേബിൾ ഷീറ്റായിട്ട് വിരിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ സ്റ്റാൻഡ് വെച്ച് അതിന് മുകളിൽ നമ്മൾ കേക്ക് വെച്ചിട്ടുണ്ട്. ചെറിയൊരു രീതിയിൽ ചെയ്തതാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബ്ലാക്കും ഗോൾഡും ആണല്ലോ തീം. അപ്പോൾ നമ്മളെല്ലാവരും ഞാനും ഉമ്മയും ഇത്താത്തയൊക്കെ പർദ്ദെടുത്തിട്ടു. പിന്നെ ഉസ്മാനിക്കും അലങ്കാക്കും ഉപ്പാക്കും ബ്ലാക്ക് ടീഷർട്ടും ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിടാൻ പറഞ്ഞു. വെറുതെ ഒരു രസം. അങ്ങനെ നമ്മളിത് എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ മുറിക്കുകയാണ്. ഇതിൽ ചാച്ചു മിസ്സിങ് ആണ്. സംഭവം വരുന്നില്ല, ചാച്ചുവിന് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ചാച്ചു കിടന്ന് ഉറങ്ങുകയാണേ. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴൊന്നും അവന് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു, ഒക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് അയാൻ്റെ 3ാമത്തെ ബർത്ത്ഡേ ആഘോഷിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ താത്തൻ്റെ ഉമ്മാൻ്റെയും മുഖത്തെ ഇമോജി വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഉമ്മക്ക് ഇഷ്ടമുള്ള കൈസ് താല്പര്യമുള്ള വീഡിയോകൾ കാണിക്കണമെന്നു. അതുകൊണ്ടാണ്. പിന്നെ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് സോഫയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിത് ഇതേപോലെ ബാക്കിൽ വെച്ചിട്ട് ബാക്കിൽ പോയി തന്നിട്ട് ടൈമറൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ പറയുക, മറ്റേ സിനിമയിൽ പറഞ്ഞാൽ ശരി ഞാനിപ്പോൾ ഓടിച്ചെന്ന് കയറാൻ പോകുന്നത് വെറും ഒരു ഫോട്ടോയിലേക്കല്ല എന്നൊക്കെ പറഞ്ഞാൽ ശരി ഉസ്മാൻ സെറ്റ് ചെയ്തിട്ട് ഇതാ ഓടി വരുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. മാഷാഅല്ലാ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏതാ ഫുഡൊക്കെ കഴിച്ചു. ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അയാളുടെ ബർത്ത്ഡേ ഒക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. ബൈ.